എന്തോ ധ്രുവിന് കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അവൻ റൂമിൻ്റെ ഡോർ തുറന്ന് താഴേക്ക് നടന്നു. ബുള്ളറ്റിൻ്റെ കീയും എടുത്ത് സ്പെയർ കീ കൊണ്ട് ഡോറും അടച്ച് പാർക്കിങ്ങിലേക്ക് പോയി. ധ്രുവ് ബുള്ളറ്റിന് ഉരുട്ടി വെളിയിലായി കൊണ്ടുവന്ന് വെച്ചു. ആരെയും പേടിച്ചിട്ടല്ല കേട്ടോ, പക്ഷേ വീട്ടിലിപ്പോൾ അങ്കിളും ആൻറ്റിയും ഉണ്ട്. വെറുതെ അവരെ ഉണർത്തണ്ട എന്ന് കരുതിയിട്ടാ. ധ്രുവ് ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് വൈഗയുടെ വീട്ടിലേക്ക് തിരിച്ചു. അവൻ വൈഗയുടെ വീടിൻ്റെ സൈഡിലായി ബുള്ളറ്റ് ചാരി വെച്ചു. ഫോണെടുത്ത് വൈഗയ്ക്ക് കോൾ ചെയ്തു. അവൾ ഉറക്കച്ചടവോടെ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ എന്ന് പറഞ്ഞു. മറുതലയ്ക്ക് നിന്നും ധ്രുവിൻ്റെ സൗണ്ട് കേൾക്കെ അവൾ ഒന്നുകൂടെ ഫോണിലേക്ക് നോക്കി. ഫോൺ ചെക്ക് ചെയ്തു. ടൈം 1 മണി. അവൾ ഒരു പിടപ്പോടെ അവനോട് തിരക്കി. ധ്രുവ്, എന്താ, എന്ത് പറ്റി? പറ്റിയതൊക്കെ പറയാം. ഫസ്റ്റ് മോള് വെളിയിലേക്ക് വാ. അത് കേട്ടതും വൈഗ എന്ത് എന്ന് ചോദിച്ചു. ഡി, ഞാൻ നിൻ്റെ വീടിൻ്റെ പുറത്ത് നിൽപ്പുണ്ട്. അവളുടെ നെഞ്ചിൽ നിന്നും ഒരു മിന്നൽ പട കടന്നുപോയി. എൻ്റെ ധ്രുവ്, ഇപ്പോൾ എന്തിനാ വന്നേ? അമ്മായിയോ ആരെങ്കിലും കണ്ടാൽ എന്നെ വെച്ചേക്കില്ല. ധ്രുവ് പറഞ്ഞു. ഒരു പുല്ല് സംഭവിക്കില്ല. നീ വന്നില്ലേ ഞാൻ അങ്ങോട്ടേക്ക് വരും. അത് തന്നെ ചെക്കൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യും. അത് വൈകിക്ക് നല്ലപോലെ തന്നെ അറിയാമായിരുന്നു. അവൾ പതിയെ ബെഡിൽ നിന്നും ഇറങ്ങി മൊബൈലിൻ്റെ ടോർച്ച് തെളിയിച്ചു മുന്നിലേക്ക് നടന്നു. അവൾ മെയിൻ ഹാളിൽ വന്ന് മുൻവശത്തെ ഡോർ തുറന്ന് പുറത്തേക്ക് തലയിട്ടു. ഈ സമയത്ത് ഇതുവരെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അമ്മായി കണ്ടാൽ ഇതോടെ കഴിയുമെല്ലാം. അവളുടെ ഉള്ളിൽ ഭയം മുട്ടിട്ടു. വൈഗ ഗേറ്റിനടുത്തെത്തി ഗേറ്റിലോട്ട് നോക്കി. ഇത് പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ തന്നെ അവളുടെ ഫോണിലേക്ക് ധ്രുവിൻ്റെ കോൾ വന്നുകൊണ്ടേയിരുന്നു. വൈഗയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. അവൾ പറഞ്ഞു. ധ്രുവ്, ഞാൻ പുറത്തെത്തി, പക്ഷേ ഗേറ്റ് ലോക്കാണ്. അവൻ പറഞ്ഞു. ഇല്ല, എനിക്ക് ഇതൊന്നും തന്നെ കേൾക്കണ്ട. എനിക്കിപ്പോൾ തന്നെ നിന്നെ കാണണം. അത് കേട്ടതും വൈഗ പറഞ്ഞു. ഇത് വല്ലാത്ത കഷ്ടമാണ് കേട്ടോ ധ്രുവ്. അവൻ ഉറക്കെ ചിരിച്ചു. അയ്യോ ധ്രുവ്, ഇങ്ങനെ ചിരിക്കല്ലേ. പേടിച്ചിട്ടാണെങ്കിൽ മനുഷ്യൻ്റെ കൈയും കാലും വിറയ്ക്കുക. ഞാൻ മതിൽ ചാടാം, ധ്രുവ് പറഞ്ഞു. അത് കേട്ടതും വൈഗ, നീ എന്നെ കൊലയ്ക്ക് കൊടുക്കുമോ? അവൾ അതും പറഞ്ഞ് ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടു. അപ്പോഴാണ് അവിടെയായി കിടക്കുന്ന വലിയ 2 ഉരുളൻ കല്ലുകൾ വൈഗയുടെ ശ്രദ്ധയിൽ ഉടക്കിയത്. അവൾ അത് എങ്ങനെയൊക്കെ ഉരുട്ടിക്കൊണ്ട് വന്നു അതിലേക്ക് ചേർത്ത് വെച്ചു. അതിലേക്ക് പയ്യെ വലിഞ്ഞു കയറി. പാവം കൊച്ചിൻ്റെ ഒരു കഷ്ടപ്പാട് നോക്കണേ. അവൾ അവനെ വിളിച്ചു. ധ്രുവ്, പ്ലീസ് ഹെൽപ്പ് മീ. അത് കേട്ടതും ചെക്കൻ അവൻ്റെ 2 കൈയും നീട്ടിപ്പിടിച്ചു. വൈഗ, കമോൺ എന്ന് പറഞ്ഞു. കേൾക്കേണ്ട താമസം. വൈഗ താഴേക്ക് ഒരു ചാട്ടമായിരുന്നു. എന്നാൽ അവൾ നിലംപതിക്കും മുൻപേ അവൻ്റെ 2 കൈകൾ അവളെ പൊതിഞ്ഞു പിടിച്ചിരുന്നു. വൈഗ അപ്പോഴും കണ്ണുകൾ ഇറുകെ പൂട്ടി അവൻ്റെ നെഞ്ചിലേക്ക് പതുങ്ങിക്കൂടി. ധ്രുപതിയെ വൈഗയുടെ കണ്ണുകളിലേക്ക് നോക്കി. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. 2 പേരുടെയും കണ്ണുകൾ തമ്മിൽ കോർത്തു. അവൻ അവളെയും എടുത്ത് മുന്നിലേക്ക് നടന്നു. ധ്രുവ്, എവിടെ പോകുക? അത് ഞാൻ ബുള്ളറ്റ് അവിടെയായി വെച്ചിരിക്കുന്നത്, ധ്രുവ് മറുപടി പറഞ്ഞു. വൈഗ ഒന്ന് മൂളി. എന്നെ താഴെ ഇറക്കുമോ? അവൾ ചോദിച്ചു. എന്നാൽ അവൻ അവളെ നോക്കി ഒന്ന് കണ്ണ് ചിമ്മി കാണിച്ചു. അവളുമായി ബുള്ളറ്റിനടുത്തേക്ക് നടന്നു. ബുള്ളറ്റിൻ്റെ അടുത്തെത്തിയതും അവൻ അവളെ താഴെയായി ഇറക്കി. ബാ കയറ്. അവളുടെ കണ്ണുകൾ മേഞ്ഞു വന്നു. അവൾ ചോദിച്ചു. എവിടേക്ക്? അതറിഞ്ഞാലേ നീ വരൂ. അത് കേട്ടതും അനുസരണമുള്ള കുട്ടിയെപ്പോലെ അവൾ അവൻ്റെ ബുള്ളറ്റിലേക്ക് കയറിയിരുന്നു. അവൻ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി. ഇനി എന്താ? അവൾ ചോദിച്ചു. അവൻ ഒന്നും മിണ്ടിയില്ല. അവൾ ബുള്ളറ്റിൽ നിന്നും ഇറങ്ങി തിരിച്ചു കയറി 2 സൈഡിൽ കാലിട്ടിരുന്നു. അപ്പോൾ ധ്രുവ് അവളുടെ 2 കൈയും പിടിച്ച് അവൻ്റെ ഇടുപ്പിലായി ചുറ്റിവെച്ചു. ധ്രുവ് പറഞ്ഞു. ഇപ്പോഴാ ഓക്കെ ആയത്. അതും പറഞ്ഞ് അവനൊരു പുഞ്ചിരിയോടെ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഈ ഒരു നൈറ്റിൽ അവർ 2 പേരും ഒരുമിച്ചുള്ള ഈ ഡ്രൈവും ആ വൈബുമെല്ലാം അവളും അവനും ഒരുപാട് ആസ്വദിച്ചു. അവൻ മിററിലൂടെ അവളുടെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരിയിലേക്ക് നോക്കിയതും അവൻ്റെ ചുണ്ടിലും അതുപോലൊരു പുഞ്ചിരി തത്തിക്കളിച്ചു. ധ്രുവ് വൈഗയെ കൊണ്ടുപോയത് അവൻ്റെ തോട്ടത്തിലേക്കാണ്. അവൾക്ക് അവിടെ ഒരുപാട് ഇഷ്ടമായി. അവൻ അവളോട് ചോദിച്ചു. എങ്ങനെയുണ്ട് വൈഗ, ഇഷ്ടമായോ? ഞാൻ നിന്നെ ഇവിടെ നമ്മുടെ മാരേജ് കഴിഞ്ഞ് കൊണ്ടുവരാൻ ഇരുന്നതാ, പക്ഷേ നമ്മുടെ ലൈഫിലെല്ലാം പ്രതീക്ഷിക്കാതെയാണ് നടക്കുന്നത്. അതും പറഞ്ഞ് അവൻ തോട്ടത്തിൻ്റെ നടുവിൽ സെറ്റ് ചെയ്തിട്ടുള്ള വുഡ് ഹൗസിലേക്ക് അവളുടെ കൈയും പിടിച്ച് കയറി. അവിടെ അവൾക്ക് ഒരുപാട് ഇഷ്ടമായി. അവിടെ അവൾ നോക്കിക്കണ്ടു. അവിടെയുള്ള ബുക്കുകൾ, പഴയ പാട്ടുകളുടെ കളക്ഷൻ എല്ലാം അവൾ അതിശയത്തോടെ നോക്കിക്കണ്ടു. ധ്രുവ് വൈഗയുടെ തിരക്കി. വൈഗ, നീ വല്ലതും കഴിച്ചിരുന്നോ? അവൾ എന്നൊന്ന് മൂളി. ധ്രുവ് പതിയെ വൈഗയുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ പിറകിലൂടെ അവൾ ഇറുകെ പുണർന്നു.
അവൻ്റെ ചുണ്ടുകളും നാവും അവിടെയായി പതഞ്ഞു. ആ നിമിഷം അവളുടെ കയ്യിൽ പിടിച്ചിരുന്ന പുസ്തകം താഴെ വീണു. അവൻ അവളിലേക്ക് കൂടുതൽ ചേർന്ന് നിന്നു. ധ്രുവ് അവളെ പിടിച്ച് അവനഭിമുഖമായി തിരിച്ചു നിർത്തി. അവളുടെ ചുണ്ടുകളെ അവൻ അവൻ്റെ വിരൽ കൊണ്ട് ഒന്ന് തഴുകി ഉണർത്തി. അവൾ വിറയ്ക്കുന്ന ചുണ്ടുകളോടെ അവൻ്റെ നാമം ഉരുവിട്ടു. അവൻ അവളെ ഇരു കൈകൾ കോരിയെടുത്ത് കാലുകൊണ്ട് ഡോർ ചേർത്തടച്ചു. അവളുമായി സൈഡിൽ സെറ്റ് ചെയ്തിട്ടുള്ള ബെഡിലേക്ക് അവളെ കിടത്തി. അവൻ അവളെ മൊത്തത്തിലൊന്ന് നോക്കി. ഒരു വൈറ്റ് പ്ലാസോ പാൻറ്റും അതിന് മാച്ചായിട്ടുള്ള ഒരു പിങ്ക് ടൈറ്റ് ടീഷർട്ടുമാണ് വേഷം. അതിലൂടെ അവളുടെ മാർ പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട്. പിന്നെ മാറിയും ചുഴിയും വെളിവാകുന്നുണ്ട്. ധ്രുവിൻ്റെ നോട്ടം പോകുന്ന ദിശയിലേക്ക് അവൾ നോക്കിയതും ഒരു പകപ്പോടെ വൈഗ ഇരു കൈകളും എടുത്ത് അവിടെയായി മറച്ചു പിടിച്ചു. അവൻ നെറ്റിയൊന്നൊഴിഞ്ഞുകൊണ്ട് ഒരു കൈയാൽ അവളുടെ 2 കൈയും പിടിച്ച് മുകളിലേക്ക് ലോക്ക് ചെയ്തു. അവളുടെ ടീഷർട്ട് ഇതേസമയം മുകളിലേക്കൊന്ന് പൊങ്ങി. അവളുടെ നാവിൻ ചുഴി വെളിവായി. ആ കാഴ്ചയിൽ അവൻ്റെ കണ്ണുകളൊന്ന് വിടർന്നു. അവൻ കുനിഞ്ഞു വന്ന് അവളുടെ നാവിനാലൊന്ന് തഴുകി. അവളിൽ നിന്നും ഒരു പിടച്ചിൽ അവൻ അനുഭവപ്പെട്ടു. അവൻ അവിടേക്ക് കൂടുതൽ ആവശ്യത്തോടെ നുണയാനും പല്ലുകൾ അഴുത്താനും തുടങ്ങി. വൈഗയുടെ കൈകൾ അവൻ്റെ തലമുടിയിൽ പിടിമുറുക്കി. ധ്രുവ് അവനെ ഒരു പകപ്പോടെ വിളിച്ചു. അവൻ അവളെ വലിച്ച് അവൻ്റെ നെഞ്ചിലേക്കിട്ട് പൊതിഞ്ഞു പിടിച്ചു. ധ്രുവ് പറഞ്ഞു, വൈഗ, നിനക്ക് ഞാനുണ്ട്. എന്തിനും ഒരു തേർഡ് പേഴ്സൺ പറഞ്ഞല്ല ഞാൻ നിൻ്റെ കാര്യങ്ങൾ അറിയേണ്ടത്. വൈഗ മുഖമുയർത്തി അവനെ നോക്കി. ധ്രുവ്, അത് ആമി നിന്നോട് എല്ലാം പറഞ്ഞു അല്ലേ? അവനൊന്ന് മൂളി. അത് ധ്രുവ്, നിനക്ക് എടുത്തുചാട്ടം കുറച്ച് കൂടുതലാ. നീ കേട്ട പാതി കേൾക്കാത്ത പാതി പ്രതികരിക്കും. അതാ എനിക്ക് പേടി. അവൻ അവളെ ഒന്ന് ഇരുത്തി നോക്കി. അത് എൻ്റെ അച്ഛൻ്റെ പേര് മാധവൻ എന്നായതുകൊണ്ടാണ്. എൻ്റെ പെണ്ണിനെ മറ്റൊരുത്ത് നോക്കുന്നതും തൊടുന്നതും കണ്ടുകൊണ്ട് നിൽക്കാൻ ഞാൻ വെറും ഉണ്ണാക്കനല്ല. ഉരുളയ്ക്ക് ഉപ്പേരി പോലുള്ള ധ്രുവിൻ്റെ മറുപടി കേട്ടതും വൈഗയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി മുട്ടിട്ടു. വൈഗ അവളുടെ ചൂണ്ടുവിരൽ അവൻ്റെ ചുണ്ടിന് കുറുകെയായി വെച്ചു. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അവൻ അവളുടെ വിരലിനെയും അവളെയും ഒന്ന് മാറി മാറി നോക്കി. എന്നിട്ട് അവളുടെ വിരലെടുത്ത് മാറ്റി അവളുമായി ഒന്ന് മറഞ്ഞു. അവളെ അടിയിലേക്ക് കിടത്തി അവളിലേക്ക് അവൻ പതിയെ ഒന്ന് അമർന്നു. അവൻ്റെ കൈകൾ അവളുടെ ടീഷർട്ടിനിടയിലൂടെ അകത്തേക്ക് ചലിച്ചു. അവൻ്റെ കൈകൾ അവളുടെ മാറിൽ പിടുത്തമിട്ടു. അവിടെ പതിയെ ഒന്ന് ഞെരിച്ചു. ധ്രുവിൻ്റെ കൈകൾ അവളുടെ ഇടുപ്പം കഴിഞ്ഞ് താഴേക്ക് സഞ്ചരിച്ചു. ധ്രുവ് തേടിയതെന്തോ കയ്യിൽ കെട്ടിയതുപോലെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. അവിടേക്ക് കൈകൾ കടത്തി. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് പല്ലുകൾ അഴ്ത്തി. അവൻ്റെ പിറകിലും അവളുടെ നഖങ്ങൾ ധ്രുവിനെ മുറവേൽപ്പിച്ചു. ഇരുവരുടെയും കിതപ്പ് നടങ്ങിയതും ധ്രുവ് അവളെ ഇറക്കി പുണർന്ന് കിടന്നു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ധ്രുവ് അവളെ ഒന്ന് നോക്കി. തൻ്റെ നെഞ്ചിൻ്റെ ചൂടിൽ കിടന്ന് മയങ്ങുകയാണ് വൈഗ. അവൻ പതിയെ അവളെ വിളിച്ചുണർത്തി. ധ്രുവ് പറഞ്ഞു, പോകണ്ടേ നമുക്ക്, വാ. അവളും അവനും ഫ്രഷായി അവിടെ നിന്ന് ഇറങ്ങി. വൈഗ ബുള്ളറ്റിൻ്റെ ഇരു സൈഡിലുമായി കാലുകളിട്ട് അവനിലേക്ക് പറ്റിച്ചേർന്നിരുന്നു. അവളുടെ കൈകൾ ധ്രുവിൻ്റെ ഇരു ഷോൾഡറിലുമായി മുറുകി. ധ്രുവിന് ഈ ഡ്രൈവ് അവസാനിക്കാൻ ഇഷ്ടമില്ലാത്തതുപോലെ ഇരുന്നു. ഈ ഉള്ളവിളിയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോയാലോ എന്നവരെ അവൻ ആ ഒരു നിമിഷത്തിൽ ചിന്തിച്ചു പോയി. രാവിലെ ജോഗിങ്ങിന് പോയിട്ട് വന്നതാണ് ധ്രുവ്, എബി ആൻഡ് പീറ്റർ. എബിയോടും ധ്രുവിനോടുമായി പീറ്റർ അഞ്ജുവുമായുള്ള കല്യാണക്കാര്യം അവതരിപ്പിച്ചു. ധ്രുവ് ഒരു ചിരിയോടെ കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞു. എന്നാൽ എബി അവൻ്റെ വയറ്റിലേക്കൊരു പഞ്ച് ചെയ്തു കൊണ്ട് പറഞ്ഞു, ദേ എൻ്റെ പെങ്ങളുകുട്ടിയെ നോക്കിയില്ലേ അളിയാ, എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ വാങ്ങിക്കൂട്ടും കേട്ടല്ലോ. അതും പറഞ്ഞ് എബി അകത്തേക്ക് നടന്നു. എബി പോയെന്ന് ഉറപ്പ് വരുത്തി തിരിഞ്ഞ ധ്രുവിൻ്റെ മുഖഭാവം മാറി. അവൻ പീറ്ററിനോടായി പറഞ്ഞു, വിഷ്ണു, അവൻ്റെ ഉദ്ദേശം എനിക്കറിയണം, ഒപ്പം വൈഭവിൻ്റെയും. പീറ്റർ വിഷ്ണുവിനെ ഫോളോ ചെയ്യണം. എന്തായാലും അവനെ എന്ത് ചെയ്യണമെന്ന് നമുക്ക് ആലോചിക്കാം. പക്ഷേ അവൻ എൻ്റെ പെണ്ണിനോട് പറഞ്ഞതിന് ഞാൻ നേരിട്ട് കൊടുത്തുകൊള്ളാം. അതും പറഞ്ഞ് ധ്രുവ് അകത്തേക്ക് നടന്നു. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ടേബിളിന് ചുറ്റും ഒത്തുകൂടി. ജോസഫും മേരിയും എബിയോടും ആമിയോടുമായി പറഞ്ഞു, ഞങ്ങൾ ഇന്ന് തന്നെ തിരിച്ചു പോകും. ധ്രുവ് തിരക്കി, എന്താ അങ്കിൾ, ഒരു 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് പോകാം. അത് മോനെ, നിനക്കറിയാമല്ലോ ഞാൻ അവിടെ നിന്ന് മാറിയാലുള്ള കാര്യങ്ങൾ. പിന്നെ എല്ലാം പ്രശ്നത്തിലാകും. ഇവനാണല്ലോ ഇവിടെ, അവൻ്റെ ഇച്ചാൻ ആൽബിയും ഫാമിലിയും പുറത്ത്, ജോഷിയും ജോയും തോട്ടത്തിൽ. അതുകൊണ്ട് പോകണം. മോനെ വരുന്നുണ്ട് ഞങ്ങൾ രണ്ടാളും. ഇവരുടെ മാരേജിൻ്റെയും എൻഗേജ്മെൻറ്റിൻ്റെയും ഡേറ്റ് എടുത്തിട്ട്. അത് കേൾക്കെ ആമിയുടെയും എബിയുടെയും മുഖത്ത് നാണത്താൽ കുതിർന്ന ഒരു പുഞ്ചിരി വിരിഞ്ഞു.